ഹായ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അനുഭവപ്പെട്ടൊരു നിമിഷം പറയാൻ പറ്റുമോ? അങ്ങനെ സ്നേഹം അനുഭവപ്പെട്ടതിനുപരി ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു മൂമെൻറ്റ് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. അതായത് എനിക്ക് 22 വയസ്സുണ്ട്, എൻ്റെ ഇക്കാന് 26 വയസ്സുണ്ട്. അപ്പോൾ ഉമ്മ എന്ന് പറയുന്നത് എപ്പോഴും ഞങ്ങളെ ഒരു എത്രത്തോളം ഞങ്ങളെ കെയർ ചെയ്ത് അല്ലെങ്കിൽ എത്രത്തോളം ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് നിൽക്കാൻ പറ്റുമോ അത്രത്തോളം ഞങ്ങളുടെ നിൽക്കുന്ന ഒരു ഉമ്മയാണ്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യലോ അല്ലെങ്കിൽ പുറത്തൊന്നിച്ച് പോകലോ അങ്ങനെയൊക്കെ തീരെ കുറവാണ്. അങ്ങനെ ഒരിക്കൽ ഞങ്ങളെല്ലാമായിട്ട് ഉമ്മയുണ്ട്, പിന്നെ വേറെ ഫാമിലി ഉണ്ട്. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം, അതായത് എൻ്റെ 18ാമത്തെ വയസ്സിൽ ഇക്കാന് 23 വയസ്സുള്ള സമയത്താണ്. അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തതൊന്നുമല്ല, പക്ഷെ യാദൃശ്ചികമായി എല്ലാം കൂടെ കണക്ട് ചെയ്ത് വന്നപ്പോൾ ഒരു സംഭവം. അങ്ങനെ ഞങ്ങളൊരു യാത്ര പോയത് വാഗമൺ, മൂന്നാർ, 3-4 ദിവസത്തേക്ക് ഒരു യാത്രയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അത്രയും നാളിൽ കണ്ട ഒരു ഉമ്മയല്ല ഞാനൊരു 2 ദിവസം ഞാൻ കണ്ടത്. കാരണം വീട്ടിൽ ഞങ്ങളെ പരിചരിക്കുന്ന അല്ലെ എന്നെ ഉപ്പാനെ ഇക്കാനെ നോക്കുന്നതിൻ്റെ ആ ഒരു അത്രയും ഒരു ഫീലിനുള്ള അല്ലെ ഞങ്ങളെ അത്രത്തോളം ഇങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉമ്മയിൽ നിന്നും സന്തോഷം കൊണ്ട് കരഞ്ഞ ഒരു ഉമ്മ ഞാൻ കണ്ടു. കാരണം ഉമ്മ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടി എത്രത്തോളം സ്ട്രെസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെസ് എടുത്ത് ജീവിക്കുന്ന ഒരു ഉമ്മ. അപ്പോൾ ആ ഉമ്മയെ അന്ന് ഞാൻ എൻ്റെ ലൈഫിൽ ആ ഉമ്മാനെ അത്രത്തോളം ഹാപ്പി ആയിട്ട് കണ്ട കുറച്ച് ദിവസങ്ങളായിരുന്നു. കാരണം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നമുക്ക് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല നമ്മൾ യാത്ര പോകുമ്പോൾ അല്ലെ നമ്മൾ സന്തോഷം തേടി പോകുമ്പോൾ അവരെയും കൂടെ ഒരിക്കലെങ്കിലും നമ്മൾ കൊണ്ടുപോകണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കാരണം നമ്മൾ വീട്ടിൽ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് എങ്ങനെയുണ്ട് മോനെ യാത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഉമ്മാനോട് പറയുന്ന മറുപടി ഉണ്ട്, ഉമ്മ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്, അവിടെ ഇന്നതുണ്ട്, അവിടെ ബോട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നല്ല കാഴ്ചയുണ്ട്, കോടമഞ്ഞുണ്ട്, നമ്മൾ ഒരുപാട് പറയും. പക്ഷെ അതൊക്കെ കേട്ടിട്ട് അവരുടെ മനസ്സിലേക്ക് വരുന്ന കുറേ ചിത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ നമ്മൾ പിന്നെ ഒരു ദിവസം യാത്രയ്ക്ക് പോകുമ്പോൾ ഉമ്മ നിങ്ങളിവിടെ പോരെന്ന് പറയുമ്പോൾ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച കുറേ കാര്യങ്ങളെല്ലാം കൂടെ കണക്റ്റായിട്ട് അവർക്കത് കണ്ടെത്തുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സന്തോഷം തേടി പോകുമ്പോൾ അവരെയും കൂടെ നമ്മുടെ ഒപ്പം എപ്പോഴെങ്കിലുമൊക്കെ കൂട്ടണം. കാരണം എപ്പോഴും പറ്റത്തില്ല, അവർക്കും പറ്റൂല, നമ്മൾക്കും എപ്പോഴൊന്നും പറ്റില്ല. പക്ഷെ അവർക്കായിട്ടെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു നിമിഷം അവർക്ക് വേണ്ടിയെങ്കിലും മാറ്റി വെക്കണം. ജസ്റ്റ് അവരുടെ കൂടെ ഉള്ളൊരു അവർക്ക് നമ്മൾ അടുത്തുണ്ടായാൽ മതി, അത് അവരുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. പക്ഷെ ജോലി ഇല്ലാതെ, എന്താ പറയുക, വീട്ടിൽ പ്രഷറില്ലാതെ ഒരു തിരക്കും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെ കണ്ട കുറച്ച് ദിവസമായിരുന്നു. പിന്നീട് ലൈഫിൽ വർഷത്തിൽ ഒരു വട്ടമെങ്കിലും ഉമ്മാനായിട്ട് ഞാൻ പുറത്തുമല്ല, ഉമ്മ ഞാൻ എല്ലാവരും ഉണ്ട്, എല്ലാവരുമായിട്ട് പുറത്തു പോകും. അപ്പോൾ ആ ദിവസങ്ങളിൽ കാണുന്ന ഉമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെൻറ്റാണ്. ഭയങ്കര സന്തോഷവും, നമുക്കത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ എനിക്കറിയില്ല. പക്ഷെ അത് മനസ്സിലെപ്പോഴും ആ ഒരു ചിത്രമുണ്ട്. പാറപ്പുറത്ത് എന്ന് തങ്ങളുപാറ എന്ന് പറഞ്ഞ വാഗമണിൽ സിയാറത്ത് എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പം പ്രാർത്ഥനയുടെ കൂടെ ഒരു സന്തോഷം. അവിടെ പോയിരുന്നിട്ട് ഉമ്മ ആകാശത്തേക്ക് ഇങ്ങനെ നീളത്തിൽ മലയുടെ മുകളിൽ നോക്കുമ്പോൾ ഒരു കാഴ്ചയില്ല. അവിടെ ഇരുന്നിട്ട് ഉമ്മ വല്ലാണ്ടൊരു ഫേസിൽ ഞാൻ ഉമ്മാനെ കണ്ട്. അന്ന് ഉമ്മാനോട് ചേർത്ത് വെച്ചപ്പം ഉമ്മ പറയാതെ പറഞ്ഞ കാര്യമാണത്. അതാണ് അതാണ് ഞാൻ കണ്ട വെച്ചാൽ എൻ്റെ ലൈഫിലുള്ള ഏറ്റവും ഹാപ്പിയസ്റ്റ് മൂമെൻറ്റും, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഉള്ളിലൊരു സങ്കടം തട്ടിയിട്ട് ഒരു ഇമോഷണലി ഞാൻ കണക്റ്റായ ഒരു സംഭവമാണ്. ഞാൻ എപ്പോഴും പിന്നെ എപ്പോഴൊക്കെ ഞാൻ ഒരു സന്തോഷം കണ്ടെത്തി പോകുമ്പോൾ പിന്നീട് ഞാൻ ഓരോടെ കൂട്ടാനുള്ളൊരു ശ്രമത്തിലാണ്. ഞാൻ ഒരിക്കൽ പോയി വന്നിടത്ത് എനിക്കിഷ്ടപ്പെട്ട ഓരോടെ ഞാൻ കൊണ്ടുപോകാനായിട്ട് പിന്നീട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉമ്മമാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പ്രായമായവരുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നെങ്കിൽ ചെയ്യുക. അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു എക്സ്പ്രഷൻ അല്ലെ അവരുടെ മനസ്സിലുണ്ടാകുന്നൊരിത് അത് ഭയങ്കര വലുതാണ്. അതെല്ലാവരും കീപ്പ് ചെയ്യാൻ നോക്കുക.
ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അമീൻ. താങ്ക് യു.